ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ ഫാത്തിമ മുസ്തഫ, അനസ്തീഷ്യോളജിസ്റ്റാണ്. സോ ഞാനിപ്പം ഒരു ഓൺ വോയിസ് വരാനുള്ള മെയിൻ റീസൺ ഇന്നലെ നടന്ന അഹമ്മദാബാദിൽ നടന്ന ആ ഒരു ട്രാജിക് ഇവൻറ്റ് തന്നെയാണ്. സോ അത് നമുക്ക് വല്ലാണ്ടങ്ങ് ഡീപ്പ്ലി നമ്മൾ റെസണേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോബും അതുപോലെ തന്നെ പൈലറ്റിൻ്റെ ജോബും നമ്മൾ പഠിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഒരു അനസ്തീഷ്യോളജിസ്റ്റും പൈലറ്റും ഒരേപോലെയാണ് പോകുന്നത് എന്നുള്ളത്. അവരുടെ ആ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് കോക്പിറ്റ് ആണെങ്കിൽ നമുക്ക് അത് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ മെഷീനാണ്. സോ അവിടെ നമുക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെത്ര പ്രിപ്പയർ ചെയ്യുന്നു, നമ്മുടെ പിന്നിൽ നമ്മളെ വിചാരിച്ച് നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ച് പോകുന്ന രോഗികളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഒരു പൈലറ്റിനെ വിശ്വസിച്ചിട്ടാണ് അവിടെയുള്ള യാത്രക്കാരുള്ളത്. അവരുടെ ടേക്ക് ഓഫും ലാൻഡിങ്ങുമാണ് ഏറ്റവും ക്രൂഷ്യൽ ഇവൻറ്റ്സ്. നമുക്കാണെങ്കിലും ഇൻറ്റുബേഷൻ ആൻഡ് എക്സ്റ്റുബേഷനാണ് നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ ഇവൻറ്റ്സ്. ഇൻ ബിറ്റ്വീൻ സെക്കൻഡ്സും അത് ഇതിനകത്തുള്ള കോംപ്ലിക്കേഷൻസും റിസ്ക്കുകളും ഒക്കെ, അത് ഏത് കേസാണെങ്കിലും നോർമൽ കേസ് ആയിക്കോട്ടെ ഹൈ റിസ്ക് കേസ് ആയിക്കോട്ടെ, നമുക്കതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നു, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇതുപോലെ അൺആൻറ്റിസിപ്പേറ്റഡ് അൺഇമാജിനബിൾ ട്രാജിക് ഇവൻറ്റ്സ് സംഭവിക്കാറുണ്ട്. ഇതുപോലത്തെ ഈ അഹമ്മദാബാദിൽ നടന്ന ആ ഒരു ഇവൻ്റ് ആണെങ്കിൽ പോലും അത് ഒരിക്കലും അവിടെ ആ ഒരു പൈലറ്റ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റാണ്. പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നു, വിത്തിൻ 11 സെക്കൻഡ്സ് പൈലറ്റിന് മനസ്സിലാവുന്നുണ്ട് പ്ലെയിനിന് ഒരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്, മെയ്ഡേ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ആ മെയ്ഡേ പ്രഖ്യാപിച്ച് വിത്തിൻ സെക്കൻഡ്സാണ് ആ പ്ലെയിൻ ക്രാഷ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ പ്ലെയിൻ ക്രാഷ് ആവുന്നു. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ മേ ബി എൻജിൻ ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ മേ ബി വേറെ എന്തെങ്കിലും ഫെയിലിയർ ആയിരിക്കാം. പക്ഷേ എന്തെന്നെ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു ഇവൻ്റ് ഒരിക്കലും എന്താ പറയുക ഇറീപ്ലേസബിളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ആ പ്ലെയിനിലെ യാത്രയിലുണ്ടായിരുന്ന 230ഓളം യാത്രക്കാരും 12ഓളം ക്രൂ മെമ്പേഴ്സാണ്. അവർ മാത്രമല്ല, പ്ലെയിൻ ക്രാഷ് ലാൻഡ് ചെയ്തത് ഒരു ഹോസ്റ്റലിൻ്റെ മുകളിലാണ്. ഏകദേശം 50ഓളം ഇൻറ്റേൺസ് ആൻഡ് അതർ സ്റ്റുഡൻസാണ് അതിനകത്ത് ഈ ക്രാഷിനകത്ത് മരണപ്പെട്ട് പോയിട്ടുള്ളത്. അത് ഭയങ്കര വലിയൊരു ട്രാജിക് ഇവൻ്റ് തന്നെയാണ്. സോ ഇതിൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു പേഷ്യൻ്റ് നമ്മുടെ മുന്നിൽ വരുന്നതും അതുപോലെ തന്നെ പൈലറ്റ് കൊണ്ട് നടക്കുന്നതും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു പ്ലെയിൻ ഇന്ന സ്ഥലത്തുനിന്ന് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് എത്തുന്നത് വരെ അതിലുള്ള പൈലറ്റും ക്രൂ മെമ്പേഴ്സും എക്സ്ട്രാ അലേർട്ട് ആൻഡ് വിജിലൻ്റ് ആയിരിക്കും. എത്രക്കണ സേഫ് ആണെങ്കിലും എത്രയൊക്കെയാണെങ്കിലും ഒരു യാത്രയും അവരൊരു സിമ്പിളായിട്ടോ കാമായിട്ടോ എടുക്കാറില്ല. പക്ഷേ ഇതിനകത്ത് പിന്നിൽ ഒരുപാട് എന്താ പറയുക വിജിലൻസ് ഉണ്ട്, ഡിസിഷൻസ് ഉണ്ട്. അതിനകത്ത് വരുന്ന ചെറിയ അതായത് പ്ലെയിൻ പോകുന്ന സമയത്തുള്ള ചെറിയ ടർബുലൻസ് ആണെങ്കിലും അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കും, അതിനനുസരിച്ച് ഡെസിഷൻസ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ അനസ്തീഷ്യോളജിസ്റ്റ്. നമുക്ക് ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് അവർ വരുന്ന നമ്മളെ മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ ECG, BP, പൾസ് റേറ്റ്, ETCO2 ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അവരെ മോണിറ്റർ ചെയ്യുന്നത്. നമ്മളടുത്ത് എങ്ങനെ വരുന്നു അതുപോലെ തന്നെ തിരിച്ച് ഏൽപ്പിക്കാനാണ് നമ്മളും ആഗ്രഹിക്കാറുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് വരാവുന്ന കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ലാരിഞ്ചോസ്പാസം, ബ്രോങ്കോസ്പാസം, സഡൻ കാർഡിയാക് അറസ്റ്റ്, അനാഫൈലാക്സിസ്. ഇതൊന്നും പുറമേയുള്ള ആൾക്കാരെ അറിയുന്നില്ല. കാരണം നമ്മൾ ഇതിന് വിജിലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാറുണ്ട്. എപ്പം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ അത് അപ്പോൾ തന്നെ നമ്മൾ അത് ട്രീറ്റ് ചെയ്യാറുണ്ട്, മാനേജ് ചെയ്യാറുണ്ട്. പക്ഷേ സംടൈംസ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാറുണ്ട്. അപ്പം ഇതൊരിക്കലും ഇപ്പം ഞാൻ ആ ഒരു വാർത്ത കണ്ടതിന് ശേഷം ഇങ്ങനൊരു കണ്ടു, പൈലറ്റ് ജീവനുണ്ടെങ്കിൽ പൈലറ്റിനെ കൊല്ലുക, അല്ലെങ്കിൽ പൈലറ്റ് വരിക, അതിൻ്റെ പഴി പൈലറ്റിനെ ഏൽപ്പിക്കുകയാണ്. ഇത് പൈലറ്റിൻ്റെ മാത്രം പ്രശ്നമാണോ? അല്ല. അല്ലെങ്കിൽ അപ്പം അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു ഇവൻറ്റിൽ നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ ഒരു നഷ്ടം സഹിക്കാനും ആ ഒരു നഷ്ടത്തോടൊപ്പം അവർക്ക് ജീവിക്കാനുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് മനസ്സൊരുക്കി ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.